ആവേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ആത്മാവേ കനിയണം. ആഗ്രഹിച്ചേ. ആത്മാവേ കനിയണമേ, അഭിഷേകം അഭിഷേകം പകരണമേ. ഓരോ വ്യക്തിയും ആഗ്രഹിക്കട്ടെ, ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹിക്കട്ടെ. ആത്മാവേ കനിയണമേ, അഭിഷേകം അഭിഷേകം പകരണമേ. ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ദൈവമേ അങ്ങയുടെ അഭിഷേകം, സ്വർഗത്തിന്റെ അഭിഷേകം ഞങ്ങളിൽ നിറയണം. ഞങ്ങളുടെ ശരീരത്തിൽ ഈ സ്വർഗത്തിന്റെ അഭിഷേകം നിറയണം. ഞങ്ങളുടെ മനസ്സിലെ വികാര വിചാരങ്ങളിൽ സ്വർഗത്തിന്റെ അഭിഷേകം നിറയണം. ഞങ്ങളുടെ ഓരോ ചുവടുവയ്പ്പിലും ഈ സ്വർഗത്തിന്റെ അഭിഷേകം നിറയണം. പല വിധത്തിലുള്ള ഭാരങ്ങൾ എനിക്കും നിനക്കുമുണ്ട്. നീ ഇത് വിശ്വസിക്കൂ, പ്രാർത്ഥിക്കൂ. സ്വർഗത്തിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ നമ്മുടെ വഴികൾ എളുപ്പമുള്ളതാവും, നമ്മുടെ യാത്രകൾ എളുപ്പമുള്ളതാവും. നമ്മൾ ഭാരപ്പെടേണ്ടി വരില്ല. ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും, നിങ്ങൾ ആര് തന്നെയാണെങ്കിലും, നിങ്ങളുടെ ജീവിതാവസ്ഥ എന്തു തന്നെയാണെങ്കിലും, നിങ്ങൾ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, എനിക്ക് അഭിഷേകം വേണം, എനിക്ക് അഭിഷേകം വേണം. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളെയും മനസ്സിലാക്കാൻ തക്കവണ്ണമുള്ള അഭിഷേകം വേണം. നമ്മുടെ തലയ്ക്കകത്ത് പല വിധത്തിലുള്ള തെറ്റായ ചിന്തകൾ ഇരിപ്പുണ്ടാവും, എതിർ ചിന്തകൾ ഇരിപ്പുണ്ടാവും. ഇന്റർനെറ്റിൽ നിന്ന് കിട്ടിയത്, യൂട്യൂബിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് കിട്ടിയ അറിവുകളും, ഏതെങ്കിലും കൂട്ടുകെട്ടിൽ നിന്ന് കിട്ടിയ ചില കാര്യങ്ങൾ, ചില ഇന്നലകളിലെ അനുഭവങ്ങൾ നമ്മുടെ തലയ്ക്കകത്ത് ഭാരപ്പെടുത്തും. നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത വണ്ണം നമ്മളെ വല്ലാണ്ട് പുറകോട്ട് വലിപ്പിക്കും. ഈ നിമിഷം ആഗ്രഹിക്കണം, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, മുന്നോട്ട് നയിക്കാൻ തക്കവണ്ണം, എൻ്റെ ജീവിതത്തിൻ്റെ വഴികൾ തുറക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവേ എന്നിൽ കനിയണം, അഭിഷേകം നിറയണം. ആത്മാവേ കനിയണമേ, അഭിഷേകം, അഭിഷേകം പകരണമേ. ഓരോ വ്യക്തിയും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്. ആത്മാവേ കനിയണമേ, അഭിഷേകം, അഭിഷേകം പകരണമേ. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരുടെയെങ്കിലും മുഖം മനസ്സിൽ പരിശുദ്ധാത്മാവ് തെളിയിച്ചു തരുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിന്റെ വീട്ടിലെ, നിന്റെ പരിചയത്തിലുള്ള ആരുടെയെങ്കിലും മുഖം ഇപ്പോൾ മനസ്സിൽ തെളിയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്. അവരാരും ആയിക്കൊള്ളട്ടെ, ഒരുപക്ഷെ നിനക്കെതിരായിട്ട് പലതും പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാവും, ഒരുപക്ഷെ നിന്നെ അത്രമേൽ സ്നേഹിക്കുന്ന വ്യക്തിയാവും. ഏതാണെങ്കിലും ഒരു കാര്യം ഉറപ്പ്, ആ വ്യക്തിക്ക് നിന്റെ പ്രാർത്ഥന ആവശ്യമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ മുഖം നിനക്ക് ഓർമ്മയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നിന്റെ പ്രാർത്ഥന ആ വ്യക്തിക്ക് ആവശ്യമാണ്. എന്താ നീ ആ വ്യക്തിക്ക് കൊടുക്കാനുള്ളത്? സ്വർഗത്തിന്റെ നിക്ഷേപം, അത് സ്വർഗത്തിന്റെ ശക്തി. പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ നിറയട്ടെ. ആ വ്യക്തി കടന്നു പോകുന്ന അവസ്ഥ ഒരു ദുരിതപൂർണമായ അവസ്ഥയായിരിക്കും. പുറത്തു പറയാൻ പറ്റാത്ത വണ്ണം വലിയ ഞെരുക്കത്തിലായിരിക്കും, കണ്ണുനീരിലായിരിക്കും. ഒരുപക്ഷെ പുറമേ ചിരിച്ച് കാണിച്ച് നടക്കുന്നുണ്ടാവും, എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അത്രമേൽ ഭാരപ്പെട്ടൊരവസ്ഥയാവും. നീ ആഗ്രഹിക്കണം, പരിശുദ്ധാത്മാവേ, എൻ്റെ മനസ്സിൽ തെളിയിച്ചു തന്ന ഈ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. ഇവിടെ നമ്മൾ ഇസ്രായേൽ ജനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പഠിക്കാൻ പോവാണ്. ഇസ്രായേൽ ജനം എങ്ങനെയാണ് മരുഭൂമി, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്തത്? ആരായിരുന്നു അവരുടെ നേതാവ്? മോശയായിരുന്നു നേതാവ്. ഈ മോശ 1.5 ലക്ഷത്തോളം വരുന്ന, നിസാരപ്പെട്ട നമ്പരൊന്നുമല്ല, 1.5 ലക്ഷത്തോളം വരുന്ന ഈ ജനതയെ കൊണ്ട് എങ്ങനെയാണ് ഇസ്രായേൽ ജനത ഇവരുടെ യാത്ര പുറപ്പെട്ടത്? ഇവർക്ക് ഇന്നത്തെ പോലെ ഗൂഗിൾ മാപ്പ് സൗകര്യം ഉണ്ടോ? പിന്നാണെങ്കിൽ നമുക്ക് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് നമുക്ക് നോക്കാം, അല്ലേ? ഇവിടുന്ന് എറണാകുളത്തേക്ക് പോകണം, ഏതാണ് എളുപ്പവഴി? ഇപ്പം ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് മുരിങ്ങൂരിൻ്റെ അവിടെ ബ്ലോക്ക് ഉണ്ട്, അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ കൊരട്ടിയുടെ അവിടെ ബ്ലോക്ക് ഉണ്ട്, പാലം പണി നടക്കുന്നു. പിന്നെ അങ്ങോട്ട് പോയാൽ അങ്കമാലിയിൽ പറയണ്ട, ബ്ലോക്ക്, അല്ലേ? അപ്പം എറണാകുളത്തേക്ക് എങ്ങനെ എളുപ്പത്തിൽ പോകാം? അപ്പം നോക്കുമ്പോഴത്തേക്ക് ദേ പല വഴികൾ കാണിച്ചു തരുന്നു. മാള വഴി കയറിപ്പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലോട്ട് എത്താം.
ഇനി ഇപ്പുറത്ത് കൂടെയാണെങ്കിൽ നമുക്ക് മേലൂര് വഴി നമുക്ക് മൂക്കന്നൂർ അപ്പുറത്തെ സൈഡിൽ കൂടെ കടന്നിയല്ല. ഇങ്ങനെ പല വഴികൾ ഗൂഗിൾ മാപ്പ് കാണിച്ചു തരും. ഗൂഗിൾ മാപ്പേ അന്ന് എങ്ങനെയാണ് അവർ യാത്ര ചെയ്തത്? നിങ്ങളൊന്ന് ചിന്തിച്ചു. 40 വർഷം ഇത് വെറുതെ ഇങ്ങനെ വായിച്ചു പോകുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവില്ല. എന്നാൽ അല്പം കൂടെ ഇരുത്തിയൊന്ന് മനസ്സിലൊന്ന് ചിന്തിച്ചേ. ഇസ്രായേൽ ജനം ഇതെങ്ങനെയാ മരുഭൂമിയിൽ അന്തോ ഇല്ല കുന്തോ ഇല്ല എന്നൊക്കെ പറയത്തില്ലേ, ഇങ്ങനെ നിരന്ന് കിടക്കുമല്ലേ, മൊത്തം ആടുജീവിതമാണ്, എങ്ങോട്ട് പോകണമെന്നൊരു പിടുത്തമില്ല, ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥ. ഇതെങ്ങോട്ട് പോകും? ഇസ്രായേൽ ജനത ഇതെങ്ങനെയാണ് അവരുടെ യാത്ര മുന്നോട്ട് നീങ്ങിയത്? വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു കാര്യം കൃത്യമായിട്ട് പറയുന്നു. ഈ ഗൂഗിൾ മാപ്പ് എന്നതുപോലെ അവരുടെ യാത്ര നിയന്ത്രിച്ചത് ആരാണെന്നറിയാവോ? പുറപ്പാട് പുസ്തകം, അതാണ് നമ്മൾ ആദ്യം വായിച്ച വചനം, 40-ാം അധ്യായം അതിൻ്റെ 36-ാം തിരുവചനം. മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത്. ആമേൻ, ആമേൻ. ഏത് മേഘം? മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ്. ഈ മേഘം എന്താണെന്ന് ദേ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, 34-ാം തിരുവചനം. അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു, കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. കണ്ടോ? ഈ മേഘം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യമാണ്. ഈ ദൈവ പ്രസൻസ് ഓഫ് ഗോഡ് അല്ലേ, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം. അതാണ് ഷെക്കീന എന്ന് പറയുന്ന വാക്ക് തന്നെ. ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം സമാഗമ കൂടാരത്തിൽ. ദേ നോക്കിക്കേ, ഈ ഇസ്രായേൽ ജനത ഒരു ടെന്റ് അടിച്ചത്, കുറ്റി അടിച്ചതും കുറ്റി പറിച്ചതും. താമസിക്കണമെങ്കിൽ ടെന്റ് അടിക്കണമല്ലോ, അപ്പൊ കുറ്റി അടിക്കണ്ടേ? അങ്ങനെ താമസിച്ചതും ആ കുറ്റി പറിച്ചതും എങ്ങനെയാണെന്നറിയാവോ? ഈ മേഘം ദൈവ സാന്നിധ്യം നിയന്ത്രിച്ചിരുന്നതനുസരിച്ചാണ് അവരുടെ യാത്ര മുന്നോട്ട് നീങ്ങിയിരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതല്ലാതെ മോശയ്ക്ക് തോന്നുവാണ് എന്നാ പിന്നെ 2 ദിവസം കൂടെ യാത്ര നീങ്ങട്ടെ, അങ്ങനെയല്ല. അപ്പൊ കുറെ പേർക്ക് തോന്നുവാണ് നമ്മൾ ഏതായാലും വിഷമിച്ച് ഇവിടെ കിടക്കാം, അങ്ങനെയല്ല. എന്നാൽ പിന്നെ കുറെ പേര് ചിന്തിച്ചു ഇന്ന് ഭയങ്കര മണലാരണ്യത്തിലെ കാറ്റ് വീശുന്നു, ഇവിടെ കഴിയാം, അങ്ങനെയല്ല. അവരുടെ ഓരോ ഘട്ടത്തിലും, അതാ വചനത്തിന്റെ അവസാനം 38-ാം തിരുവചനം പറയുന്നു, കർത്താവിന്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിന് മുകളിൽ നിലകൊണ്ടിരുന്നു, രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു. ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചു. സ്വരമുയർത്തി പറ ഹല്ലേലൂയ. ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഏത് ദർശിച്ചു? ഈ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. എന്ന് പറഞ്ഞാൽ കൃത്യം വ്യക്തം. ദൈവം പറഞ്ഞിടത്ത് അവർ താമസിച്ചു, ദൈവം പറഞ്ഞിടത്തേക്ക് അവർ യാത്ര തിരിച്ചു. ഹല്ലേലൂയ. അതായത് യാത്ര, പലതരത്തിലുള്ള യാത്ര ചെയ്യുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം, നിന്റെ ജീവിതത്തിൽ ഒരു ട്രെൻഡാണ്. എല്ലാവരും കൂടെ കാനഡയ്ക്ക് പോകുന്നു, എല്ലാവരും കൂടെ ന്യൂസിലൻഡിനോട് പോകുന്നു, +2 കഴിഞ്ഞാൽ പിന്നെ B1 B2 പഠിക്കാൻ പോകുന്നു. നമ്മളൊരു കാര്യം ഓർക്കണം, നിന്റെ ദൈവത്തോട് നീ ചോദിച്ചോ, നിന്റെ ദൈവം എന്താ പറയണേ? ദൈവം സംസാരിക്കുമെന്ന്. അല്ലാതെ നാട്ടുകാർ പോകുന്നൊന്നും കരുതിക്കൊണ്ട് നേരെ അവരുടെ കൂട്ടത്തിൽ പോവാനല്ല, മറിച്ച് നിന്റെ ദൈവത്തോട് നീ ചോദിക്കണം. ചോദിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ഈ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വലിയ അബദ്ധമായിട്ട് മാറും. അടുത്ത ദിവസങ്ങളിൽ ധ്യാനത്തിന് വന്ന് കരഞ്ഞൊരു കുടുംബം ലക്ഷക്കണക്കിന് രൂപ കൊടുത്താണ് UK പഠിക്കാൻ വിട്ടത്. ലക്ഷക്കണക്കിന് രൂപ. ആ അമ്മയുടെ കണ്ണുനീര് മനസ്സിൽ നിന്നും മായുന്നില്ല. അമ്മ പറയാ, അച്ഛാ, ആകപ്പാടെ ഉണ്ടായിരുന്ന വീട് ഇവൻ എങ്ങനെയെങ്കിലും പഠിച്ചൊന്നും ഒന്നൊരു നിലയിലാക്കി എത്തിയിട്ട് വേണം ഞങ്ങളുടെ ജീവിതം ഒന്ന് പച്ചപ്പെടാൻ. അതിനുവേണ്ടി ആകപ്പാടെ ഉണ്ടായിരുന്ന വീടാണ് ബാങ്കിൽ വെച്ചിട്ട് അതിൻ്റെ പണമെടുത്താ വിട്ടത്. ലോൺ എടുത്തിരിക്കുക അച്ഛാ. UK ചെന്ന് അവിടെ ചെന്നപ്പോൾ മൊത്തം കുളമായി. ഇവൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഒരു എത്തും പിടിയില്ല. അവൻ പറയുന്നത് ആ പ്രശ്നം ഈ പ്രശ്നം അങ്ങനെ ഇങ്ങനെ മൊത്തം എന്തു പറയണ്ടു. അവൻ്റെ പഠനമൊക്കെ നിർത്തി ഇപ്പം വീട്ടിൽ വന്നിരിപ്പ. ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല. എന്തു ചെയ്യും? അപ്പം ഞാൻ ഈ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഇവനെ ഇങ്ങനെ UK വിടാൻ ആരാ പറഞ്ഞേ? അതച്ചാ, അതിപ്പോൾ എല്ലാവരും UK പോണത്, അതിപ്പോൾ എല്ലാവരും പോവല്ലേ. ഞാൻ ചോദിച്ചു, അത് ശരി, ഈ നമ്മുടെ മകനെ UK തന്നെ വിടണമെന്ന് ആരാ പറഞ്ഞത്? അച്ഛാ, അവൻ്റെ ഏതൊക്കെയോ സുഹൃത്തുക്കളൊക്കെ പോകുന്നെന്നും പറഞ്ഞു. അപ്പം പിന്നെ ഞാനാണെങ്കിൽ
അവൻ്റെ ഇഷ്ടമല്ല അച്ഛാ, അവൻ്റെ ഇഷ്ടമല്ലേ, ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇഷ്ടമൊക്കെ കൊള്ളാം, പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നറിയാവോ? നിനക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ടെന്ന്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, എൻ്റെ ദൈവമേ, ഇനി ഞാൻ എങ്ങും പോകുന്നില്ല, വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടെ. അതല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ദൈവം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ കൃത്യമായ പദ്ധതി ഒരുക്കിയിരിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി ചില സ്ഥലങ്ങളും ചില ജീവിതവും ചില സാഹചര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ദൈവത്തോട് നീ കൺസൾട്ട് ചെയ്യണം. ട്രാവൽ ഏജന്റുകാരുടെ മുമ്പിൽ ഇരുന്ന് കൺസൾട്ട് ചെയ്താൽ പോരാ, ആദ്യം ദൈവസന്നിധിയിൽ വന്നിരുന്ന് കൺസൾട്ട് ചെയ്യണം. ദൈവമേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ഭാവി ജീവിതത്തിൽ ഞാൻ എങ്ങനെയാ ക്രമീകരിക്കേണ്ടത്? ഏതാണ് എൻ്റെ ജീവിതത്തിൽ ബെറ്റർ ആയിട്ടുള്ളത്, പ്രയോജനകരമായിട്ടുള്ളത്? ഒന്ന് വായിച്ചേ, യെശയ്യായുടെ പ്രവചനം 48 അധ്യായം അതിൻ്റെ 17 തിരുവചനം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 48. യെശയ്യായുടെ പ്രവചനം 48 അധ്യായം അതിൻ്റെ 17 തിരുവചനം. 48. നിനക്ക് വിമോചകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. കണ്ടോ? ഒന്നും കൂടെ വായിച്ചേ, നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും, ഒച്ചത്തിൽ ഏറ്റെന്ന് പറഞ്ഞ്, നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവം നിന്നോട് പറയാണ്, നീ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നീ ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരുന്ന് ദൈവത്തോട് ആലോചന ചോദിക്കണം. ഹല്ലേലൂയ. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന എന്താണ്? തീരുമാനമെടുത്ത് അത് കോളമായി കഴിയുമ്പോൾ നമ്മൾ തമ്പുരാന്റെ മുമ്പിൽ വന്ന് ദൈവമേ ഇടപെടണം. അതല്ല. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ത്യാഗപൂർണമായി പ്രാർത്ഥിച്ചു വേണം നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്താൻ. വെറുതെ തലയ്ക്കകത്ത് തോന്നുന്നത് പോലെ ആയിരിക്കരുതെന്ന്. ഇതിനെക്കുറിച്ച് മനോഹരമായിട്ട് പഠിക്കാൻ നല്ലൊരു വചനഭാഗം, അത് ഉൽപ്പത്തിയുടെ പുസ്തകം. ഒന്ന് വായിച്ചേ, ഉൽപ്പത്തിയുടെ പുസ്തകം 26 അധ്യായം, ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 26. അവിടെ നമ്മൾ വായിക്കുന്നത് നമ്മുടെ ഇസഹാക്കിനെ കുറിച്ചാണ്. 26 അധ്യായം അതിൻ്റെ 1 തിരുവചനം നോക്കിക്കേ. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 26 വേഴ്സ് 1. അബ്രാഹത്തിന്റെ കാലത്തുണ്ടായതിന് പുറമെ മറ്റൊരു ക്ഷാമം കൂടി ആ നാട്ടിലുണ്ടായി. കണ്ടോ? അതായത് അബ്രാഹത്തെ കുറിച്ച്, അബ്രാഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു ക്ഷാമം ഉണ്ടായി. എന്നിട്ട് പറയാണ്, അതിന് പുറമെ മറ്റൊരു ക്ഷാമം കൂടി ആ നാട്ടിലുണ്ടായി. അബ്രാഹത്തിന്റെ സമയത്തൊരു ക്ഷാമം ഉണ്ടായപ്പോൾ അബ്രാഹം എന്ത് ചെയ്തു എന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ടെന്ന് വായിച്ചേ. ഉൽപ്പത്തിയുടെ പുസ്തകം 12 അധ്യായം അതിൻ്റെ 10 തിരുവചനം. ഇത് ഞാൻ പറയുന്ന നാട്ടിൽ പാർക്കുക. കണ്ടോ? അതായത് ഇസഹാക്കിനൊരു ക്ഷാമം ഉണ്ടായി. അതിനു മുമ്പ് അബ്രാഹത്തിന് ക്ഷാമം ഉണ്ടായി. അബ്രാഹത്തിന് ക്ഷാമം ഉണ്ടായപ്പോൾ അബ്രാഹം നേരെ എങ്ങോട്ട് വെച്ചു പിടിച്ചു? ഈജിപ്തിലേക്ക് വെച്ചു പിടിച്ചു. അവിടെ പിന്നീട് എന്തൊക്കെ ഉണ്ടായെന്നുള്ളത് പിന്നീട് നമുക്കറിയാലോ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇസഹാക്കിന് ക്ഷാമം ഉണ്ടായപ്പോൾ ഇസഹാക്കും തീരുമാനിച്ചു, എന്നാ പിന്നെ എങ്ങോട്ട് പോയേക്കാം? ഈജിപ്തിലേക്ക് പോയേക്കാം. ഇവിടെ മുഴുവൻ മഴയില്ല, വരണ്ട അവസ്ഥ, മൊത്തം പ്രതികൂലം. അന്നത്തെ സമൃദ്ധി എന്ന് പറയുന്നത് കന്നുകാലികളൊക്കെയാണ്. അപ്പോൾ ഇഷ്ടം പോലെ ആട്ടിൻകൂട്ടം, സമൃദ്ധി അല്ലേ, കൃഷി. അപ്പൊ അങ്ങനെ സമൃദ്ധി ഉണ്ടായിരിക്കേണ്ട ഒരിടത്ത് വരണ്ട സ്ഥലം, മഴ പെയ്യുന്നില്ല, ജീവിതം മൊത്തം ദുരിതം. അങ്ങനെ പ്രതികൂലമായൊരു സാഹചര്യത്തിൽ ഇസഹാക്കിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം, എങ്ങോട്ട് പോകാം? ഈജിപ്തിലേക്ക് പോകാം. പക്ഷേ ദൈവം ഇസഹാക്കിനോടൊരു കാര്യം പറഞ്ഞു. എന്താണ് കാര്യം? 2 വചനം. കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ഈജിപ്തിലേക്ക് പോകരുത്. 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, ഈജിപ്തിലേക്ക് പോകരുത്. പറഞ്ഞേ, ഈജിപ്തിലേക്ക് പോകരുത്.
ഈജിപ്തിലേക്ക് പോകരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാവോ? ഞാൻ പറയുന്ന നാട്ടിൽ പാർക്കുക. പറഞ്ഞേ, ഞാൻ പറയുന്ന നാട്ടിൽ പാർക്കുക. ആ, ഒന്നാമത്തെ കാര്യം എന്താണ്? ഈജിപ്തിലേക്ക് ഈജിപ്തിലേക്ക് പോകരുത്. രണ്ടാമത്തെ കാര്യം, ഞാൻ പറയുന്ന നാട്ടിൽ പാർക്കുക. അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കേ, ഇസഹാക്കിന്റെ അവസ്ഥ എന്താ? ദുരിതം, മഴയില്ല, മൊത്തം പ്രതികൂലം. ഈജിപ്തിലേക്ക് പോയാൽ എന്താ മെച്ചം? അവിടെ മഴയുണ്ട്, നല്ല പ്രകൃതി സൗന്ദര്യമാണ്, കാര്യങ്ങളൊക്കെ മെച്ചപ്പെടും. അവിടെ നൈൽ നദിയുണ്ട്, ഒരിക്കലും വറ്റാത്ത വലിയൊരു നദിയാണ് നൈൽ നദി. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് പോകാം. പക്ഷേ ദൈവം ഈ ഇസഹാക്കിനോട് പറഞ്ഞു, നീ ഈജിപ്തിലേക്ക് പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, ഞാൻ പറയുന്ന നാട്ടില് നീ പാർക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഇരുന്നു കൊണ്ട് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം, നിന്റെ യാത്രയുടെ ഓരോ ഘട്ടത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് ചില കാര്യങ്ങൾ ഇങ്ങനെ പറയും. നീ ഇങ്ങനെ പോവണം, ചില സ്ഥലത്തിൽ പോകണ്ട, നീ ഇവിടെ തന്നെ വസിക്കണം. ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ നമ്മൾ മനസ്സ് കാണിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമാവുകയുള്ളൂ. ആമേൻ, ആമേൻ. പല ദുരിതങ്ങളുടെയും അടിസ്ഥാന കാരണം എന്നാണെന്നറിയാവോ? ഇങ്ങോട്ട് നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിലെ പല ദുരിതങ്ങളുടെയും അടിസ്ഥാനപരമായ കാരണം നമ്മുടെ തന്നെ തീരുമാനങ്ങളാണ്, അല്ലേ? നമ്മുടെ ഇന്ന് അനുഭവിക്കുന്ന പല തീരുമാനങ്ങളുടെയും പല ദുരിതങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവം പറയുന്ന കാര്യം കേൾക്കാതെ എനിക്ക് അങ്ങനെ തോന്നി, എനിക്ക് ഇങ്ങനെ തോന്നി, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, നമുക്കിങ്ങനെ തോന്നും. വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിലുള്ള ഒരു പെൺകുട്ടി നേഴ്സാണ്, 2 കുട്ടികളുണ്ട്, മിടുക്കിയാണ്, പോട്ടാശ്രമത്തിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥനാ സഹായം ചോദിക്കും. അങ്ങനെ ഒരു പ്രാർത്ഥനാ സഹായം എൻ്റെ വാട്സപ്പിലേക്ക് വന്ന് ഇങ്ങനെയാണ്: അച്ഛാ, ഞങ്ങൾ നാട്ടിൽ ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നു, അച്ഛൻ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാമല്ലോ. അപ്പം ചില വചനങ്ങൾ വേണമെന്ന് പറഞ്ഞ് വചനങ്ങൾ കൊടുക്കാം. അപ്പം ഞാൻ ഈ പെൺകുട്ടിയോട് ചോദിച്ചു, എങ്ങനത്തെ വീടാണ് പണിയാൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛാ, ഞാൻ അച്ഛന് എൻ്റെ സ്കെച്ച് അയച്ചു തരാം. ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. കാരണം വലിയ വീട്, കുറേ മുറികൾ, ഭാര്യയും ഭർത്താവും 2 കുട്ടികളെ ഉള്ളൂ ഇവർക്ക്. ഞാനപ്പോൾ ഫോണിൽ കൂടെ ചോദിച്ചു, എന്തിനാ ഇത്രമാത്രം മുറികൾ, എന്തിനാ ഇത്രമാത്രം വലിയ വീട്, എന്താ ഉദ്ദേശിക്കുന്നത്? അച്ഛാ, ഞങ്ങൾ താമസിക്കുന്ന പ്രദേശത്തുണ്ടല്ലോ എല്ലാം വലിയ വീടുകളാണ്. അച്ഛാ, ഞങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് എല്ലാം ഇങ്ങനത്തെ വീടുകളാണ്. ഞാൻ ചോദിച്ചു, അതും നിന്റെ ജീവിതവും? അല്ലച്ചാ, ഒരു നാട്ടു നടപ്പില്ലേ? ഞങ്ങൾ പണിയുമ്പോൾ അതനുസരിച്ച് ഒരെണ്ണം പണിയണ്ടേ? ഇല്ലെങ്കിൽ അവരെന്നാ വിചാരിക്കും? ഞാൻ പറഞ്ഞു, അവരെന്ത് വേണമെങ്കിലും വിചാരിക്കട്ടെ, നിന്റെ ജീവിതം നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നത് പോരെ, നിങ്ങൾ എന്തിനാ നാട്ടുകാരെ നോക്കുന്നത്? അതൊന്നും അച്ഛന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അച്ഛാ, ഞങ്ങൾ ഇങ്ങനത്തെ ഒരു വീടാ പണിയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, എങ്ങനെ പണിയും? അച്ഛാ, എനിക്ക് ഇവിടുന്ന് ലോണൊക്കെ കിട്ടും, ഞങ്ങൾ അതനുസരിച്ചൊരു വീടൊക്കെ കൊണ്ട് പണിയാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു, ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഉള്ളിലൊരു ഭാരം തോന്നി, ഇത് ആവശ്യമുണ്ടോ? ഇത്ര വലിയൊരു വീടിൻ്റെ ആവശ്യമുണ്ടോ? വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വർഷം ഞാൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ പറഞ്ഞ പെൺകുട്ടിയുടെയൊക്കെ വീടിനടുത്തുള്ള ഒരു പള്ളിയാണ്. അവിടെ ചെന്ന് കൺവെൻഷൻ ഗ്രൗണ്ടിൽ നിന്ന് ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നാളുകൾക്ക് ശേഷമാണ് ഈ ഭാര്യയും ഭർത്താവും 2 കുട്ടികൾ, പിള്ളേരൊക്കെ വളർന്നു. അപ്പം ഞാനിവരെ കണ്ടപ്പോൾ ചോദിച്ചു, കുറേ നാളായല്ലോ കണ്ടിട്ടും കേട്ടിട്ടും, നിങ്ങളിപ്പോൾ പ്രാർത്ഥനാ സഹായമൊന്നും എന്താ അയക്കാത്തത്? പണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പം ഈ പെൺകുട്ടി പറഞ്ഞു, അച്ഛന് ഞങ്ങളോട് അരിശമായിരിക്കുമെന്ന് കരുതി. ഞാൻ ചോദിച്ചു, എന്തിനാ അരിശം? അല്ല, അച്ഛൻ അന്ന് പറഞ്ഞില്ലേ ഇത്രയും വലിയ വീട് പണിയണ്ട, ഞങ്ങളുടെ ആഗ്രഹം ഇത്ര വലിയ വീട് പണിയണമെന്നുള്ളതായിരുന്നു. അപ്പം അച്ഛൻ എതിർത്ത് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു സങ്കടം. പിന്നീട് അച്ഛനെ അരിശമാണല്ലോ എന്ന് കരുതി ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തില്ല. ഞാൻ പറഞ്ഞു, സാരമില്ല, എങ്ങനെയുണ്ട് ജീവിതം, സന്തോഷമല്ലേ? ഇപ്പം അവധിക്ക് വന്നിരിക്കുവാണോ, എന്താണ് അവസ്ഥ? അപ്പോഴാണ് ഈ പെൺകുട്ടി ഏങ്ങി കരഞ്ഞുകൊണ്ട് പറയുവാണ്, അച്ഛാ, വീട് പണിതു. ഞാൻ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, അതിനെന്തിനാ കരയണേ? അച്ഛാ, വീട് പണിതു, പക്ഷേ ഒരു ദിവസം പോലും ആ വീട്ടിൽ സമാധാനത്തോടെ കഴിയാൻ പറ്റുന്നില്ല. അച്ഛാ, ഞങ്ങള് ആത്മഹത്യയുടെ വക്കിലാണ്. എന്നിട്ട് ഈ പെൺകുട്ടി പറയാണ്, അച്ഛാ, എനിക്കുണ്ടായിരുന്ന ജോലി അത് നഷ്ടപ്പെട്ടു.
വീട് പണി ഒരു പ്രകാരത്തിൽ തീർന്നു. ഇപ്പൊ വലിയ സാമ്പത്തിക ഭാരം. വീടുണ്ട്, ഉറക്കമില്ല. വീടുണ്ട്, പക്ഷെ ആ വീട്ടിൽ കിടന്നിട്ട് ഉറക്കമില്ല. അച്ഛാ എന്ത് ചെയ്യും? ഇതെങ്ങനെയെങ്കിലും ആർക്കെങ്കിലും ഒന്ന് വിറ്റിട്ടൊന്ന് പോയാൽ മതി അച്ഛാ. അച്ഛാ സത്യം പറയട്ടെ, ഞങ്ങൾക്ക് ഒരു മുറി മതി അച്ഛാ, ഒരു മുറി മതി, ഞങ്ങൾ എവിടെയെങ്കിലും കിടന്നോണം, ഉറക്കം കിട്ടണ്ടേ. മനസ്സിലാവുന്നുണ്ടോ? എന്തായാലും തീരുമാനം? കുറേ മുറികൾ. നാട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും? ഇങ്ങോട്ട് നോക്കിക്കേ. നമ്മളൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ദൈവത്തോട് ആലോചിക്കണം. ദൈവം എന്തു പറയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നാട്ടുകാരെ കാണിക്കാനല്ലെന്ന്. നിന്റെ ജീവിതത്തിന്റെ ഓരോ ചുവടുവെപ്പിലും ദൈവം ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തരോട് സംസാരിക്കുന്നത് കൃത്യമായിട്ട് തിരിച്ചറിയണം. അതുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ട് യെശയ്യായുടെ പ്രവചനം 48:17 പഠിപ്പിച്ചത്, നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെയൊക്കെ മക്കള് തോന്നുന്നത് പോലെ എനിക്ക് ഇഷ്ടമുള്ള ആളെ ഞാൻ കല്യാണം കഴിക്കും, അല്ലേ? ജാതിയും മതമൊന്നും പ്രശ്നമല്ല, നല്ല മനുഷ്യനായ പോരെ, എന്നെ മനസ്സിലാക്കുന്ന ഒരാളായ പോരെ. കല്യാണത്തിന്റെ ആദ്യ നാളുകളിൽ ഉള്ള അടിപൊളി ആഘോഷം എല്ലാം കഴിഞ്ഞിട്ട് 1 വർഷം കഴിയുമ്പോൾ തുടങ്ങും കണ്ണുനീരും ദുഃഖവും വിലാപവും. പിന്നെ ഈ പ്രശ്നങ്ങൾ ആര് പറഞ്ഞു തീർക്കും? എങ്ങനെ തീർക്കും? 2 രീതികൾ, 2 സ്വഭാവം, പ്രശ്നത്തോട് പ്രശ്നം. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ പ്രേമിക്കുമ്പോൾ ഇവൻ ഇങ്ങനെ ആയിരുന്നില്ല, കല്യാണത്തിന് മുമ്പ് വരെ ഇങ്ങനെ ആയിരുന്നില്ല, ഇപ്പൊ സ്വഭാവം മൊത്തം മാറിയച്ചാ, ഇതെന്താ ഇങ്ങനെ പെരുമാറുന്നേ, ഇങ്ങനെയൊന്നും അല്ലല്ലോ ഇയാള്. ഞാൻ പറഞ്ഞു അതാണ് ജീവിതം, നിന്നോട് മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ. അയ്യോ അച്ഛ ഇനിയിപ്പോ എന്നാ ചെയ്യും, എന്നാ ചെയ്യും, എന്നാ ചെയ്യും? ഇങ്ങനെ ഇരുന്നോണ്ട് എന്നാ ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖകരമായൊരു സാഹചര്യം നമ്മൾ വരുത്തി വെക്കുന്നതല്ലേ. വചനം പഠിപ്പിക്കുന്ന നീ ഒരു തീരുമാനമെടുക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കണം. നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമ്പോൾ താൽക്കാലികമായിട്ടൊരു സന്തോഷം കിട്ടും, പക്ഷേ അത് നിലനിൽക്കുന്നതല്ല. നിങ്ങൾക്കറിയോ ഈ ഇസഹാക്കിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? ഇസഹാക്കിനോട് ദൈവം പറഞ്ഞു, ഈജിപ്തിലേക്ക് പോകേണ്ട, സമൃദ്ധിയിലേക്ക് പോകേണ്ട, നീ ഈ പ്രതികൂലമായ വരണ്ട കാലാവസ്ഥയിൽ തന്നെ കഴിയുക. നിങ്ങളൊരു വചനം വായിച്ചേ, നല്ല സുന്ദരമായൊരു വചനം എഴുതിയിട്ടുണ്ടല്ലോ. ഉൽപ്പത്തിയുടെ പുസ്തകം 26-ാം അധ്യായം അതിന്റെ 12-ാം തിരുവചനം ഒന്ന് വായിച്ചേ. 26:12 നല്ല വചനമാണ്, വായിച്ചോ. ഇസ്ഹാക്ക് ആ നാട്ടിൽ കൃഷി ഇറക്കുകയും അക്കൊല്ലം തന്നെ 100 മേനി വിളവെടുക്കുകയും ചെയ്തു. ആ കൊല്ലം തന്നെ 100 മേനി വിളവെടുക്കുകയും ചെയ്തു. എന്നിട്ട് അടുത്ത വചനം, കർത്താവ് അവനെ അനുഗ്രഹിച്ചു. കർത്താവ് അവനെ അനുഗ്രഹിച്ചു. അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു. ക്രമേണ അവൻ വലിയ സമ്പന്നനാവുകയും ചെയ്തു. ഹല്ലേലൂയ. ഏത് നാട്ടില്? അവനായിരുന്ന ആ ദേശത്ത് തന്നെ ഇസഹാക്കിനോട് ദൈവം പറഞ്ഞു, എടാ നീ ഈ ദേശം വിട്ട്, ഈ ഗരാൻ എന്ന് പറയുന്ന ദേശം വിട്ട് ഈജിപ്തിലേക്ക് പോയേക്കരുത്. ഇവിടെ വരണ്ട അവസ്ഥയാണ്, സങ്കടമാണ്, ഭാരമാണ്, പ്രതികൂലമാണ്. പക്ഷേ നീ ഇവിടെ ആയിരിക്കണം, അനുസരിക്കണം. ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. അനുസരിക്കണം. നമുക്ക് പലതും തോന്നും. തോന്നലുകൾക്കനുസരിച്ച് ചെയ്യാനല്ല, മറിച്ച് ദൈവികമായിട്ടുള്ള പ്രചോദനങ്ങൾക്കനുസരിച്ചൊരു ജീവിതം മുന്നോട്ട് നയിക്കണം. തോന്നലുകൾക്കനുസരിച്ച് ജീവിച്ച എന്താ കുഴപ്പം? താൽക്കാലികമായ സന്തോഷം കിട്ടും. ഇപ്പൊ തോന്നി മൂന്നാറിൽ പോയി ചായ കുടിക്കാം, ഒറ്റ പോക്ക്. ആ പോകുമ്പോൾ ഒരു ത്രില്ലുണ്ട്. അവിടെ ചെന്ന് ചൂടോടുകൂടെ ചായ കുടിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പിക്ചർ എടുത്തിടുമ്പോൾ, കണ്ടില്ലടാ എൻ്റെ മോർണിംഗ് ചായ മൂന്നാറിൽ, കൊള്ളാം, താൽക്കാലികം, കുറേ ലൈക്ക് കിട്ടി. തിരിച്ചാ മൂന്നാറിൽ നിങ്ങോട്ട് ഇറങ്ങുമ്പോൾ നിന്റെ ഉള്ളിൽ ജീവിതം അടുത്ത ലെവലിലോട്ട് മാറുമെന്ന്. താൽക്കാലികമായ സന്തോഷങ്ങൾക്ക് വേണ്ടി നിന്റെ ജീവിതത്തെ നീ ബലി കഴിക്കരുത്. ഇച്ചിരി കഷ്ടപ്പാടുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും നീ ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. അങ്ങനെ ചെയ്താൽ ഇസഹാക്ക് ആ നാട്ടിൽ കൃഷി ഇറക്കുകയും ആ കൊല്ലം തന്നെ 100 മേനി വിളവെടുക്കുകയും ചെയ്തു. ഇങ്ങോട്ട് നോക്കി, ഒരു കാര്യം പിടിച്ചോണം. ഇസഹാക്ക് എവിടെയാണ് 100 മേനി വിളവ് നേടിയത്? പ്രതികൂലമായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എല്ലാം അനുകൂലമായ സാഹചര്യത്തിലല്ല 100 മേനി വിളവ് ലഭിക്കുന്നത്. പിടികിട്ടിയോ?
നീ എന്ത് കോഴ്സ് പഠിച്ചു, നിനക്ക് എത്ര ഡിഗ്രി ഉണ്ട്, നിന്റെ കുടുംബ പാരമ്പര്യം എങ്ങനെയുണ്ട്, നിന്റെ ജീവിതത്തിൽ നീ നേടിയത് എന്തുണ്ട് എന്ന് നോക്കിയിട്ടല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം. ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചാൽ നിന്റെ ഡിഗ്രി പ്രശ്നമല്ല, നിന്റെ കുടുംബാവസ്ഥ പ്രശ്നമല്ല, നിന്റെ ഇന്നലകൾ പ്രശ്നമല്ല. ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. ദൈവത്തോടൊരു ബന്ധമുണ്ടോ, ബാക്കി ഒന്നും ഒരു പ്രശ്നമല്ല. അതുകൊണ്ടാണ് റോമാലേഖനം 9:16 ഒരു വചനം പറഞ്ഞിട്ടുണ്ടെന്ന് വായിച്ച്. സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 9:16 അറിയാവുന്നൊരു വചനമാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, മറിച്ച് ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ആമേൻ, ആമേൻ. നമ്മുടെയൊക്കെ ചിലര് ഇഷ്ടം പോലെ പഠിച്ചു, ഇഷ്ടം പോലെ ബിരുദാനന്തര ബിരുദം നേടി, ജോലിയില്ല. ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്തു, എന്നിട്ട് കാര്യം നടക്കുന്നില്ല. എന്നാൽ അതേസമയം തന്നെ വേറെ ചിലര് കഷ്ടപ്പാടുണ്ട്, പക്ഷെ ഹാപ്പിയാണ്. കാരണം ആരുണ്ട് അവരുടെ കൂട്ടത്തിൽ? ദൈവമുണ്ട്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇങ്ങോട്ട് നോക്കിക്കേ, ഒരു വർഷം അല്ലെ 2026 എപ്പോഴാണ് ഹാപ്പി ആയിട്ട് മാറുന്നത്? 2026 പ്രവേശിച്ച ഉടനെ തന്നെ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ എന്നുള്ളതായി തീരണമെങ്കിൽ ഈ ന്യൂ ഇയർ സൃഷ്ടിച്ചവൻ, ഈ വർഷം നിനക്ക് തന്നവൻ നിന്റെ കൂടെയുണ്ടെങ്കിൽ നിനക്ക് ഹാപ്പിയാണ്. അല്ലാതെ കലണ്ടർ മാറ്റിയിട്ടത് കൊണ്ടൊന്നും ഹാപ്പി ആവുന്നില്ലെന്ന്. ആരെങ്കിലും ഹാപ്പി ആവുന്നുണ്ടോ? എന്ത് ഹാപ്പി? ഇതൊക്കെ പറയാന്നല്ലേ ഉള്ളൂ. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ സമയം സൃഷ്ടിച്ചവൻ നിന്റെ കൂടെയുണ്ടോ എങ്കിൽ നീ ഹാപ്പി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിന്റെ മാനദണ്ഡം ഇരിക്കുന്നത്, ഈ യാത്രയുടെ നമ്മുടെ അനുഗ്രഹത്തിന്റെ മാനദണ്ഡം ഇരിക്കുന്നത് ദൈവം കൂടെയുള്ളപ്പോഴാണ്. ഇസ്രായേൽ ജനതയുടെ 40 വർഷത്തെ മരുഭൂമി യാത്ര എൻ്റെ മുമ്പിൽ നിന്റെ മുമ്പിൽ പഠിപ്പിക്കുന്ന പാഠം, ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചോണം. ദൈവം പറയുമ്പോൾ കുറ്റിയടിക്കണം, ദൈവം പറയുമ്പോൾ കുറ്റി പറിച്ചോണം. ദൈവമാണ് നിന്നെ മുന്നോട്ട് നയിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി. വലതുകരം ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ശ്രദ്ധിക്കേണ്ട കാര്യം, നിന്റെ കുടുംബം ഒരുപക്ഷെ വരണ്ടുണങ്ങിയ അവസ്ഥയായിരിക്കും, അല്ലേ? വരണ്ടുണങ്ങിയ അവസ്ഥയുണ്ടാവും. വീട്ടിലെ പല പ്രശ്നങ്ങളും മൊത്തം പ്രതികൂലമായിരിക്കും. പക്ഷേ ഉണ്ടല്ലോ, ഈ പ്രതികൂലതയുടെ നടുവിൽ, വരണ്ടുണങ്ങിയ അവസ്ഥയുടെ നടുവിൽ 100 മേനി ഫലം നൽകാൻ ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. ആമേൻ, ആമേൻ. അത് ഏറ്റെടുക്കണം. അല്ലാതെ എല്ലാം തികഞ്ഞ ഒരു ദിവസം, നല്ല ജോലി, നല്ല ശമ്പളം, നല്ല വീട്, അങ്ങനെ ഒരു ദിവസം, അതല്ല. അതിനപ്പുറം ഇന്ന് നിനക്കെന്തുണ്ടോ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ വാട്ടം പിടിച്ചോണം. ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ മനസ്സ് കാണിച്ചാൽ നിനക്ക് 100 മേനി സമാധാനം ഉണ്ടാവും. ആമേൻ, ആമേൻ. ചാടി എഴുന്നേറ്റ് നിന്നേ, എല്ലാവരും എഴുന്നേറ്റ് നിന്നേ, ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക. ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ യാത്ര കർത്താവേ അത് അങ്ങയുടെ കയ്യിലാണ്. 2 കരങ്ങൾ നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കേണ്ട, 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. കണ്ണടച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ അങ്ങ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കേണ്ട, അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുക. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ, നിവർത്തി ഉയർത്തിപ്പിടിച്ചേ, കണ്ണടച്ചേ. എന്നിട്ട് നിന്റെ മനസ്സിൽ തെളിയുന്ന നിയോഗങ്ങൾ നീ ഓർക്കുക. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ യാത്രാഭാരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ മേഖലകളൊന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവെ, അത്ഭുതകരമായൊരു ദൈവീക ഇടപെടൽ സംഭവിക്കണമേ. ആർക്കെങ്കിലുമൊക്കെ യാത്രയിൽ തടസ്സമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ചിലപ്പോൾ ചിലരൊക്കെ നാളുകളായിട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നു, ചില ജോലികൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു, ചില യാത്രകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. അതൊന്നും നടക്കുന്നില്ല എന്നുള്ള ഭാരം, പല പല തടസ്സങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവും. ഇതാ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമ്മൾ വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. ചില വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയം
കർത്താവെ, അത്ഭുതകരമായ ദൈവീക ഇടപെടൽ ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ മേൽ സംഭവിക്കണമേ. ആഗ്രഹിക്കണം, ഓരോ വ്യക്തിയും ആഗ്രഹിക്കണം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നാവ് തുറന്നൊന്ന് സ്തുതിച്ചേ. ഈശോയെ എന്ന് വിളിച്ചൊന്ന് സ്തുതിച്ചേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ, 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 ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ, അല്പം കൂടെ സ്തുതിക്കുന്നു.